അല്ല, ഇതിനകത്തൊക്കെ രസം എന്ന് പറയുന്നതേ, ഒന്ന് ഇങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഇന്നലെയുള്ള റൂട്ട് മാപ്പ് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ, എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മാറ്റി കൊണ്ടുപോയെന്ന്. അപ്പോൾ ഒരു വശത്ത് ഞങ്ങൾക്ക് പ്രതിഷേധങ്ങളെ ഭയമില്ല എന്ന് പറയുന്നു. പ്രതിഷേധങ്ങളെ ഭയമില്ല എങ്കിൽ മന്ത്രി എപ്പോഴും യാത്ര ചെയ്യുന്ന റൂട്ടുകളിലൂടെ വേണ്ടേ പോകാൻ, അല്ലേ? 10 മണിയുടെ മീറ്റിങ്ങിന് എത്ര മണിക്കാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്? 8 മണിക്കെത്തി. സാധാരണ അങ്ങനെ പതിവുണ്ടോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക്? അപ്പോൾ പ്രതിഷേധങ്ങളെ ഭയന്ന് ഒളിച്ചു നടക്കുക, എന്നിട്ട് കീലേരി അച്ചുവിനെ പോലെ പാർട്ടിക്കാർ ഇറങ്ങിയെന്ന് ഡയലോഗ് അടിക്കുക. ഇനി 2, ഈ പ്രതിഷേധങ്ങളെ ഞങ്ങൾ അങ്ങ് അടിച്ചമർത്തും എന്നല്ലേ പറയുന്നത്? അല്ല, നിപ്പയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ശ്രീ VD സതീശൻ, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ശ്രീ രമേശ് ചെന്നിത്തല, കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെ, ക്രിട്ടിക്കലായി തന്നെ ഇതിൻ്റെ ഓരോ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതല്ലല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ഡിബേറ്റ് വിഷയം. ഞാൻ നടത്തിയൊരു പ്രസംഗത്തിനിടയിൽ കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയ്ക്ക്, അതായത് കേരളത്തിൻ്റെ ഈ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കാലാകാലങ്ങളായി കൈമാറി വന്ന ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ പറ്റിയിട്ടാണല്ലോ. ഈ സർക്കാരിന് നേരിടേണ്ടി വന്ന 2 അടിയന്തരാവസ്ഥകൾ, ഞാൻ എൻ്റെ പ്രസംഗം മധ്യേ പറഞ്ഞ കാര്യമാണ്. ഈ സർക്കാരിന് നേരിടേണ്ടി വന്ന 2 അടിയന്തരാവസ്ഥകൾ, ഒന്ന് കോവിഡും ഒന്ന് നിപ്പയുമാണ്. ആ കോവിഡിനെ പറ്റി പറഞ്ഞു. കോവിഡ് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ മരിച്ച കണക്കെടുക്കുമ്പോൾ 2ാമത്തെ സംസ്ഥാനം കേരളം. തർക്കമുണ്ടോ? 1ാമത്തെ സംസ്ഥാനം ഏതാ നമ്മൾ പറയുന്നത്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ആകെ ജനസംഖ്യ എത്രയാണ്? 13.5 കോടി. കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ എത്രയാണ്? 3.5 കോടി. 13.5 കോടിയുള്ള മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നിൽ 3.5 കോടി മാത്രം ജനസംഖ്യയുള്ളത്. ജനസംഖ്യ ഡിഫറൻസ് 10 കോടിയാണ് ഉള്ള കേരളം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മെച്ചപ്പെട്ട സംവിധാനമാണോ? ഇനി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കേരളത്തിൻ്റെ ഈ സർക്കാരിന് നേരിടേണ്ടി വന്ന ആരോഗ്യ അടിയന്തരാവസ്ഥകളിലെ വീഴ്ചകളാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ചൂണ്ടിക്കാട്ടുന്ന സമയത്ത് ഈ നേതാക്കന്മാരല്ല, കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എത്രയോ കാലങ്ങളായി കോവിഡും നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റൊരു വിഷയത്തിൽ ഫോക്കസ്ഡ് ആണ്. ആ വിഷയത്തെപ്പറ്റി പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞൊരു പ്രസംഗത്തെപ്പറ്റി എല്ലാവരും ക്യാരി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ.